നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിൽ സുനന്ദയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് എന്നിട്ട് തനേന് സുനന്ദയുടെ കാലിലേക്ക് വീഴണം. എന്റെ മോളെ, നീ അവന്റെ കൂടെ ഇനി ഇറങ്ങി പോവരുത്. നീ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആകെപ്പാടെ നാണം കെടും. നിനക്കറിയാലോ ഞങ്ങളുടെ അവസ്ഥ എന്താന്ന്. പിന്നെ ഞങ്ങള് ജീവനോടെ ഇരിക്കില്ല. ഇപ്പൊ നിന്റെ അവന്റെ കൂടെ വിവാഹം കഴിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തേനെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ലളിത ചോദിച്ചു, തനയായിട്ട് എന്തിനാ അവളുടെ കാലിലേക്ക് വിടുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. നീ ഒന്നും മിണ്ടാതിരിക്കില്ല ലളിത അവിടെ. ഞാൻ എന്റെ മോളോട് സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞു. മോളെ, നിനക്കറിയാലോ ഞങ്ങൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ വിവാഹം എന്ന്. അതുകൊണ്ട് ഇനി നീ ഇങ്ങനെ കടുങ്കയൊന്നും എടുക്കരുത്, ഇങ്ങനൊരു തീരുമാനങ്ങളൊന്നും എടുക്കരുത് എന്നും പറഞ്ഞ് തനേനെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ സമയം ലളിത പറഞ്ഞു, കണ്ടില്ല നിന്റെ അച്ഛന്റെ സങ്കടം എത്രമാത്രമാണ്. നിന്റെ കാലിൽ വീണ് അദ്ദേഹം അപേക്ഷിച്ചു. ഇനി ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കാനാ ഭാവമെങ്കിൽ നീ എന്ത് വെള്ളം ആയിക്കോ. പിന്നെ സുഭാഷിന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി നീ അവിടേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം ഒരു നാണക്കേട് നിനക്ക് ഉണ്ടാവാനില്ല. അതും പറഞ്ഞ് ലളിതയും കൂടെ അങ്ങ് ഇറങ്ങി. സുനന്ദയ്ക്ക് ആകെപ്പാടെ സങ്കടമായി. സുനന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. സുനന്ദയുടെ മനസ്സിലേക്ക് സുഭാഷിന്റെ മുഖം ഓർമ്മ വന്നു. താൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലുന്നു. പിന്നെ താൻ സുഭാഷ് എന്നെ കെട്ടിപ്പിടിച്ചതായ കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സുനന്ദയുടെ കണ്ണും നിറഞ്ഞൊഴുകുക. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോ രാവിലെ തന്നെ സുഭാഷ് അടുക്കള കയറി ജോലികളൊക്കെ ചെയ്തു. അതിനുശേഷം ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുവാണ്. അപ്പോഴേക്കുമാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാസ്കരൻ വന്നിട്ട് പറഞ്ഞു, എന്തൊരു പാട്ടും മേളമൊക്കെയാ, അടുത്തെങ്ങും ആർക്കും നിക്കത്തും കൂടെ ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുഭാഷ് പറഞ്ഞു, അച്ഛൻ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നേ? കല്യാണം വീട്ടിൽ പാട്ടല്ലേ വെക്കണമെന്ന് ചോദിച്ചു. എന്നാലും ഇത്രയ്ക്ക് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. പിന്നെ അത് മാത്രമാണോ? തൊട്ടടുത്ത ചായക്കട ചെന്ന് ഇപ്പൊ കട പോലും ഇല്ല. അവനൊക്കെ ഇന്ന് കട അടച്ചിരിക്കുന്നു. കല്യാണം ആയതുകൊണ്ട് കല്യാണത്തിന് പോണം പോലും. നമ്മളെ മാത്രം വിളിക്കാത്തോണ്ടു ബാക്കി എല്ലാരും വിളിച്ചിട്ടുണ്ട്. ദുബായിക്കാരന്റെ വീട്ടിലെ കല്യാണമല്ലേ, 10-23 കൂട്ടം കറിയുണ്ടെന്നാ പറഞ്ഞു. വലിയ സദ്യ അതാ പറഞ്ഞേ. അത് കേട്ടപ്പോ സുധീഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അച്ഛൻ അങ്ങോട്ട് ചെല്ല, പോയി സദ്യ കഴിച്ചിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. എടാ, അതിനീ ഭാസ്കരനെ കിട്ടത്തില്ല. ഭാസ്കരന്റെ വീട്ടിൽ വന്ന് ദേ സുഭാഷിന്റെ കാല് വീണ് കെഞ്ചിട്ടാണ് അവളെയും വിളിച്ചോണ്ട് പോയത്. ഇതിൽ പരം ഒരു നാണക്കേട് അവർക്ക് ഉണ്ടാവാനുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ഇനി സമയം വൈകിട്ടില്ല. മുഹൂർത്തം ഏതാണ്ട് 9:30-ക്കും 10:30-ക്കും ഇടയ്ക്കാം. ഇനി സമയമുണ്ട്. ഒരു കാര്യം ചെയ്താലോ, സുനന്ദയെ ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ട് വന്നാലോ? സുഭാഷ് ചേട്ടൻ സുനന്ദയുടെ കഴുത്തിൽ താലി അർത്തണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുധീഷ് പറഞ്ഞു, അത് നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നേ. എടാ, നീയൊക്കെ എന്താ പറയണേന്ന് ചോദിച്ചു. നിനക്കൊന്നും ഒട്ടും ബുദ്ധിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. എടാ, അങ്ങനെ എന്തേലും ചെയ്യാനാണ്ടാ ഞാൻ ഇന്നലെ അവളെ പറഞ്ഞു വിട്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പം ഭാസ്കരൻ പറഞ്ഞു, ഇവനോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു. നികേഷ് പറഞ്ഞു, സുഭാഷ് ചേട്ടാ, ഇത് അവസാന ചാൻസാ. സുഭാഷ് ചേട്ടൻ വിളിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അവൾ ഇറങ്ങി വരും. നിങ്ങളുടെ വിവാഹം ഞങ്ങൾ ഗംഭീരമായിട്ട് നടത്തിത്തരാം, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ സുഭാഷ് പറഞ്ഞു, വേണ്ട, അതിന്റെ ആവശ്യമൊന്നുമില്ല. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്തേക്ക് ആരും വന്നേക്കല്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകുമ്പോ എനിക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടെന്നോ? ഒരിക്കലും ഇല്ല. അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എനിക്ക് ജോലിക്ക് പോണം എന്നും പറഞ്ഞൊരു സുഭാഷ് പെട്ടെന്ന് എന്ത് ചെയ്തു, ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങുവാണ്. എല്ലാവർക്കും വല്ലാത്ത സങ്കടമായിപ്പോയി. സുഭാഷിന്റെ വിഷമം എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് സുഭാഷ് കല്യാണ വീട്ടിലേക്ക് നോക്കി. അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അലങ്കരിച്ച് വീടും പരിസരമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. സുഭാഷിന് സങ്കടമായി. സുനന്ദ അവിടെയെങ്കിലും കണ്ടില്ല. ചിലപ്പോൾ അവളെ റെഡിയായിക്കൊണ്ടിരിക്കുമായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു സുഭാഷിന്റെ മനസ്സിൽ. ആ സമയം സുനന്ദ റെഡിയായിക്കൊണ്ടിരിക്കുവായിരുന്നു. ബ്യൂട്ടീഷ്യൻ വന്ന്. പക്ഷേങ്കിൽ സുനന്ദയുടെ മനസ്സിൽ അപ്പോഴും സുഭാഷിന്റെ മുഖം മാത്രമായിരുന്നു. സുഭാഷിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഒരുപക്ഷെ താനും സുഭാഷിയാനും തമ്മിലുള്ള വിവാഹം നടക്കുന്നിരുന്നെങ്കിൽ എന്ത് സന്തോഷത്തോടെ ആയിരിക്കും താനിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കുക. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ സുനന്ദയുടെ കണ്ണ് നിറഞ്ഞു വന്നു. പിന്നീട് സുഭാഷ് പണി സൈറ്റിലേക്ക് പോയെങ്കിലും സുഭാഷിന് ഒന്നിലും അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ തൊടുന്നതും പിടിക്കുന്ന എല്ലാം അബദ്ധമായിരുന്നു. സുഭാഷിന്റെ കൂടെയുള്ള പണിക്കാരനെ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്താ സുഭാഷ് ചേട്ടാ, എന്താന്നൊക്കെ ചോദിച്ചു. ഒന്നില്ലാന്ന് പറഞ്ഞു. ഒരു 10-10:30 ആയി കഴിഞ്ഞപ്പോ സുഭാഷിന് നിൽക്കാൻ പറ്റുന്നില്ല. സുഭാഷ് പറഞ്ഞു, അല്ല ഇപ്പം താലികെട്ട് നടന്നു കാണും അല്ലേന്ന് ചോദിച്ചു. ആരുടെ? അല്ല, സുനന്ദയുടെ. ഓ, ഇപ്പോഴും സുഭാഷ് ചേട്ടൻ അത് തന്നെ വിചാരിച്ചോണ്ടിരിക്കണോ? ഇതെന്തൊക്കെയാ സുഭാഷ് ചേട്ടൻ കാണിക്കണേ? സുഭാഷ് ചേട്ടനാണ്ടെ സിമെന്റ് കൂട്ടാനായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് മൊത്തം നിറഞ്ഞുപോയി. എന്തുമാത്രം വെള്ളം അതിനകത്ത് കൊണ്ടുപോയി ഒഴിച്ചു വെച്ചേ. അയ്യോടാ, സോറി കേട്ടോ, നീ കുറച്ച് സിമെന്റും വെള്ളവും കൂടെ ഒക്കെ ഇടാൻ പറഞ്ഞു. സുഭാഷ് ചേട്ടൻ കുറച്ചു നേരം കൂടെ മാറിയിരിക്കാൻ പറഞ്ഞു. ഞാനിത് ചെയ്തോളാന്ന് പറഞ്ഞു. വേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് പറഞ്ഞു. സുഭാഷ് വീണ്ടും ജോലി തുടർന്നു. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഇപ്പോഴവര് ഫോട്ടോസൊക്കെ എടുക്കാൻ തുടങ്ങി കാണുമല്ലേ. ഇത്തിരി സമയം കൂടെ കഴിഞ്ഞാൽ പറഞ്ഞു,
ചിലപ്പോ ഇപ്പൊ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി കാണുമെന്നൊക്കെ പറഞ്ഞു. എന്റെ സുഭാഷ് ചേട്ടാ, നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? അങ്ങനെയായിരുന്നെ പിന്നെ എന്തിനാ ആ പെൺകുട്ടീനെ വിട്ടുകൊടുത്തേ? അതിന്റെ കഴുത്തിൽ താലി ആർത്തിയാ പോരായിരുന്നോ? ഇത്ര ടെൻഷൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പത്തിന് ഹരീഷ് അങ്ങോട്ട് വന്നു. ഹരീഷ് വന്നിട്ട് അവിടെ പടുതുകൊണ്ടിരുന്ന സുഭാഷേന്റെ കൂട്ടുകാരനോട് ചോദിച്ചു, അല്ല സുഭാഷേട്ടൻ എന്തെന്ന് ചോദിച്ചു. അതേ അപ്പുറത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. രാവിലെ വന്നപ്പം മുതല് സുനന്ദയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞു കാണുമോ, അതാണോ ഇതാണോ എന്നൊക്കെ. എത്ര വട്ടം മറുപടി പറഞ്ഞെന്ന് എനിക്ക് പോലും അറിയില്ല. ഹരീഷിന് സങ്കടമായി. ഹരീഷ് അങ്ങോട്ട് ചെന്നു. സുഭാഷ് ചേട്ടാന്ന് വിളിച്ചു. നീയോ? ഇതെന്താണ് നീ ഇവിടെ? അത് പിന്നെ എനിക്ക് അടുത്തൊരു സ്ഥലത്ത് വരെ വരണ്ട വന്നു. അവിടെ വന്നിട്ട് വണ്ടി പണിത് കൊടുക്കണമായിരുന്നു, അതിനു വേണ്ടി വന്നാ. അപ്പൊ ഇവിടെ വരെ കയറിയെന്നുള്ളെന്ന് ഹരീഷ് ഒരു കള്ളത്തരം പറഞ്ഞു. അല്ല സുഭാഷിന്റെ എന്ത് പറ്റി? മുഖമൊക്കെ വല്ലായിരിക്കുന്നേ. എനിക്കൊന്നുമില്ല. അപ്പോഴേക്കും ഹരീഷ് പറഞ്ഞു, അതൊന്നുമല്ല, സുഭാഷേന്റെ മനസ്സിൽ ഇപ്പൊ കല്യാണ വീടും സുനന്ദയ്ക്ക് അല്ലെന്ന് ചോദിച്ചു. അതൊക്കെ നിനക്ക് വെറും തോന്നാടാ. സുഭാഷേണ്ട ഇങ്ങനെ വിഷമിച്ചിരിക്കില്ലേ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞു. എടാ നിന്നോട് ആരാ പറഞ്ഞു എനിക്ക് സങ്കടം ഉണ്ടെന്ന്? അതെ, ഞാൻ ഇച്ചിരി റെസ്റ്റ് എടുക്കാനായിട്ട് ഇരുന്നാന്ന് പറഞ്ഞു. നീ വെറുതെ പോവാൻ നോക്ക്, നിന്റെ പണിയും കളഞ്ഞ് ഇവിടെ വന്ന് കുത്തിയിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയണം. അത് സുഭാഷ് ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ നീ ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും നികേഷും കൂടെ വന്നു. നീയും വന്നോ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നു? ഈ പൊരുവായിരുത്ത് നിനക്കൊരു പണിയില്ലേ? ഞാൻ വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിച്ച് ആ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നോ? അത് കേട്ടപ്പോ നികേഷ് പറഞ്ഞു, അവിടെ ഇരുന്നിട്ട് എനിക്കൊരു സുഖം തോന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറഞ്ഞു. എടാ ഈ പൊരുവയിൽ ഇങ്ങോട്ട് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എന്തെങ്കിലും ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിലോ അവിടെ വെറുതെ കിടന്ന് ഉറങ്ങാൻ മേലായിരുന്നോ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്, വേറൊരു പണിയില്ല എന്നൊക്കെ അപ്പുറം ചെയ്തു പറയണം. നികേഷ് സുഭാഷിനെ നോക്കണം. സുഭാഷാണെ അങ്ങനെ അധികം അവർക്കൊന്നും മുഖം കൊടുക്കുന്നില്ല. സുഭാഷിന് നല്ല വിഷമമുണ്ട്, പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. ഇത്തിരി കഴിഞ്ഞപ്പോ സുഭാഷ് അവിടെ ഇരിക്കുക. സുഭാഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അപ്പോഴേക്കും കൂട്ടുകാരൻ വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷേട്ട കരയെ വളർന്നു ചോദിച്ചു. കരയാനാ? ഞാനാ? അതിന്റെ കണ്ണിനകത്ത് എന്തോ കരട് പോയതാ. സുഭാഷേട്ടാ, സുഭാഷ് എന്നെ ഇവിടെ ഇരിക്കേണ്ട, വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോകാനോ? അതെ, വീട്ടിലേക്ക് പോയിക്കോ, നാളെ വന്നാ മതി. ഇനി സുഭാഷേനെ വിടുന്നത് ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് സുഭാഷിനെ പറഞ്ഞു വിട്ടു. സുഭാഷ് സുനന്ദയുടെ വീണ്ടും എല്ലോടെ വരുന്നത്. ദൈവമേ, സുനന്ദയെ കാണരുത്, കണ്ടുകൊണ്ട് സഹിക്കാൻ പറ്റില്ലെന്നൊരു ചിന്തയായിരുന്നു. കൃത്യം പെണ്ണും ചെറുക്കനും കൂടെ വീട്ടിലേക്ക് വന്ന് ഇറങ്ങുന്ന സമയമായിരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വന്നിറങ്ങി. ആ സമയത്ത് സുഭാഷിനെ സുനന്ദ കണ്ടു. സുനന്ദ ഇങ്ങനെയും നോക്കുവാണ്. സുഭാഷിനും ഭയങ്കര വിഷമായിപ്പോയി. അപ്പോഴേക്കും ഫോട്ടോസൊക്കെ പിടിക്കുന്ന ആൾ പറഞ്ഞു, അതെ രണ്ടുപേരും ഒന്ന് അടുത്തേക്ക് വീഡിയോസും കാര്യങ്ങളും എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഒന്ന് ചേർത്ത് പിടിക്കാൻ പറഞ്ഞു. സുനന്ദയുടെ ദേഹത്തേക്ക് അശ്വിനി ഇങ്ങനെ തോളത്ത് ഇങ്ങനെ കൈയിട്ട് പിടിക്കുകയാണ്, ചേർത്ത് പിടിക്കുകയാണ്. സുനന്ദ ഇങ്ങനെ സുഭാഷിനെ എന്ന് നോക്കുവാണ്. ആ നോട്ടം സുഭാഷിനെ നെഞ്ചിലടക്കി. സുഭാഷിന് ഭയങ്കര സങ്കടമായി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ സുഭാഷിന് തോന്നി അവളെ വിട്ടുകൊടുക്കേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒടുവില് സുനന്ദയുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ സുഭാഷിന് സങ്കടമായി. സുഭാഷ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിച്ചെന്ന് വരുത്തി. പിന്നീട് അവര് അങ്ങോട്ട് അകത്തേക്ക് ഇറന്നിറങ്ങോട് തനയും പറഞ്ഞു, അതെ മധുരം കൊടുക്കാനുള്ള സമയം വാന്നും പറഞ്ഞു അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് സുഭാഷ് വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് നിധി ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ? സുഭാഷ് ചേട്ടാ എന്താ നേരത്തെ വന്നേന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ എനിക്കൊരു തലവേദനയാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നിധി ഓടി അകത്തേക്ക് പോയി. എന്നിട്ട് കുറച്ച് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. ഇത് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്നു. ഈ സമയത്ത് സുഭാഷിന് മുഖമൊക്കെ വല്ലായിരിക്കുന്നുണ്ട്. കഴിഞ്ഞപ്പോഴത്തേനും നിധി ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ, എന്തെങ്കിലും വിഷമമുണ്ടോന്ന് ചോദിച്ചു. വിഷമോ? എനിക്കോ? എനിക്കൊരു വിഷമമില്ല, തോന്നാന്ന് പറഞ്ഞു. എന്തോ ഒരു തലവേദന എടുക്കുന്നുണ്ടെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും കാലവിടെ പോയി ആ ടേബിളിന്റെ സൈഡിൽ ഇടിക്കുവാണ്. പെട്ടെന്ന് നിധി പറഞ്ഞു, സുഭാഷ് ഇത് എവിടെ നോക്കി എഴുന്നേക്കുന്നത്? നോക്കണ്ടേന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചില്ല മോളെ എന്ന് പറഞ്ഞു. പിന്നീട് സുഭാഷ് അവിടെ ഇരിക്കുന്ന സമയത്ത് നിധി എന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ചേട്ടാ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുഭാഷ് ചേട്ടന്റെ മനസ്സില് സുനന്ദയെക്കുറിച്ചുള്ള ചിന്തകളല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ സുഭാഷ് പറഞ്ഞു, അത് പിന്നെ ഞാനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അവളെ കണ്ടു. അവളുടെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല എന്ന് പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു. അത്ര സമയം മനസ്സിലടക്കി വെച്ച് മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് വരുവാണ്. നിധിയുടെ കൈയും കൂടി ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിധി, ഞാൻ ആകെപ്പെടെ വിഷമത്തില. അവളെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ മനസ്സിലൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. അവളെന്നോട് ഇഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അവളോട് ഒരിക്കൽ പോലും ഇഷ്ടമാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിൽ അവളോട് അത്രമാത്രം ഇഷ്ടമുണ്ടായിരുന്നു. അവള് വരുന്ന സമയത്ത് എനിക്ക് എത്ര സന്തോഷമാവെന്നറിയാവോ? അവൾ അടുക്കള വഴി വന്നിട്ട് സുഭാഷ് ചേട്ടന്നൊരു വിളിയുണ്ട്. ആ വിളി കേൾക്കുമ്പോ മനസ്സിലൊരു സന്തോഷം തോന്നും. അത് മാത്രമാണ്. ഇവിടെ ആർക്കും അവള് വരുന്ന ഇഷ്ടമില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് അവള് വരുന്നതായിരുന്നു സന്തോഷം. അവള് വന്നു കഴിയുമ്പോ അവളോട് ആരും മിണ്ടാൻ പോലും കൂട്ടാക്കത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ അവളെ എപ്പോഴും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ.
അവള് കൈവിട്ടു പോയെന്നറിഞ്ഞ ഇപ്പൊ വല്ലാത്തൊരു സങ്കടമുണ്ട്. എന്റെ വിഷമ വേദനകൾ ആരോട് പറയാനാ? വേണമെങ്കിൽ എനിക്ക് അവളുടെ കഴുത്തിൽ താലി ആർത്തായിരുന്നു. പക്ഷെ അവളുടെ വീട്ടുകാരുടെ കാര്യം ഓർത്തിട്ടാ എനിക്ക് സഹിക്കാൻ പറ്റാതിരുന്നെ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു പറഞ്ഞു. നിധി ആശ്വസിപ്പിക്കണം. സാരമില്ല സുഭാഷ് ചേട്ടാ, ഇനിയിപ്പൊ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ ചെയ്തേ. സുഭാഷ് ചേട്ടൻ അത്ര സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവളെ അവളുടെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. ഒരുപക്ഷെ നാളെ ആ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സുഭാഷ് ചേട്ടന്റെ മനസ്സിലൊരു കുറ്റബോധം തോന്നും. അതല്ലേന്ന് ചോദിച്ചു. സുഭാഷ് പറഞ്ഞു, അതേ മോളെ, ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അവളുടെ നോട്ടം എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞു വീണ്ടും വേങ്ങിയും കരയുന്നത് കരയാണ്. നിധി പറഞ്ഞു, സുഭാഷ് ചേട്ടൻ ഇങ്ങനെ കരയല്ല. ആദ്യമായിട്ടാണ് സുഭാഷിനെ ഇത്ര തളർന്ന മനസ്സോടെ കാണുന്നത്. എന്ത് പ്രശ്നം വന്നാലും അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളാ. പക്ഷെ ഇതെല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചിരിക്കുവായിരുന്നു. ആരോടെല്ലാം ഒന്നും തുറന്നു പറഞ്ഞ് കരയണമല്ലോ. ഹരീഷിനോടോ സുധീഷിനോടോ നികേഷിനോടോ ഒന്നും പറയാൻ പറ്റില്ല. അവർക്കൊക്കെ ഭയങ്കര സങ്കടമാവും. അത് മാത്രമല്ല, ചിലപ്പം സുനന്ദയെ പോയി വിളിച്ചിറക്കൊണ്ട് വരികയും ചെയ്യും. അതൊക്കെ വലിയ പ്രശ്നമാകും ചെയ്യും. അതുകൊണ്ട് അവരോടൊന്നും പറയാതിരുന്നേ. പിന്നീട് നിധി ആശ്വസിപ്പിക്കുന്നുണ്ട്. സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം സുഭാഷ് കരഞ്ഞങ്ങോട്ട് വിഷമം മാറട്ടെ എന്ന് നിധിയും വിചാരിച്ചു. കരഞ്ഞു കഴിയുമ്പോൾ കുറച്ച് സങ്കടം മനസ്സിലുള്ളത് പോകുമല്ലോ. അങ്ങനെ സുഭാഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നിധി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.